ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. RSS മുഖപത്രത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രസിദ്ധീകരിച്ച ലേഖനം ആയുധമാക്കി പ്രതിപക്ഷം. വഖഫ് ബിൽ പാസാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. RSSന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് ലേഖനത്തിലൂടെ പുറത്തു വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. RSS മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. 20,000 കോടി വിലമതിക്കുന്ന 7 കോടി ഹെക്ടർ ഭൂമി സഭയുടെ പക്കലുണ്ട്. 2457 ആശുപത്രികൾ, 240 മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ, 3000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭയ്ക്കുണ്ട്. 1927 ബ്രിട്ടൻ നടപ്പാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരമൊരുക്കിയെന്നും ലേഖനം പറയുന്നു. കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം കത്തോലിക്ക സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന സംശയവും ഓർഗനൈസർ ഉന്നയിക്കുന്നു. രാജ്യവ്യാപക ചർച്ചയായതോടെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു. RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടിവന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. സഭയുടെ സ്വത്തിനെക്കുറിച്ചുള്ള അനവസരത്തിലുള്ള പരാമർശം ചില വിപൽ സൂചനകളാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫിന് ശേഷം സംഘപരിവാറിന്റെ അടുത്ത ഉന്നം കത്തോലിക്ക സഭയാണെന്നും മുഖ്യമന്ത്രി. ഓർഗനൈസർ ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികനെ പള്ളിയിൽ കയറി പോലീസ് കയ്യേറ്റം ചെയ്തു. ബെർഹാംപൂർ രൂപതയിലെ ജുബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനും സഹവൈദികനുമാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസിനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ജബൽപൂരിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് ഒഡീഷയിലും സമാന സംഭവമുണ്ടായതിന്റെ വിവരം പുറത്തുവരുന്നത്. ഒഡീഷയിലെ വൈദികർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിസ്ഥാനത്ത് ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട പോലീസുകാരാണ്. ബെർഹാംപൂർ രൂപതയിലെ ജൂബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനെയും സഹവൈദികനെയും ആരാധനാലയത്തിൽ ഉണ്ടായിരുന്നവരെയുമാണ് പോലീസ് അകാരണമായി മർദ്ദിച്ചത്. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു മർദ്ദനം. ഞങ്ങള് പാകിസ്ഥാൻകാരാണ്, മതപരിവർത്തനത്തിന് വേണ്ടിയാണ് നിങ്ങളോട് നിൽക്കുന്നത്, ആൾക്കാർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കുകയും. ലാത്തി ഉപയോഗിച്ചുള്ള പോലീസ് ആക്രമണത്തിൽ സഹവൈദികന്റെ തോളലിന് പരിക്കേറ്റു. പള്ളിയിലുണ്ടായിരുന്ന സ്ത്രീകളെ പോലീസ് ആക്രമിച്ചു. ഞങ്ങളോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പരിചയം കൊടുത്ത് ഞാൻ പാരിഷ് പ്രീസ്റ്റാണ്, അത് ദയാനന്ദ നായിക്കാണ്, എന്റെ അസിസ്റ്റന്റ് ആണ്. ആ പരിചയം കൊടുത്ത ഉടനെ ഞങ്ങളെ അടിക്കാൻ തുടങ്ങി. പള്ളിക്ക് സമീപമുള്ള ഗ്രാമത്തിൽ നടന്ന റെയ്ഡിൽ കഞ്ചാവ് പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ തുടർ പരിശോധനയ്ക്കിടെയാണ് പോലീസ് പള്ളിയിലെത്തിയത്. മാർച്ച് 22 നടന്ന സംഭവത്തിൽ ഇതുവരെ ഭരണകൂടം പോലീസിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. അതേസമയം ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ചത് കോൺഗ്രസ് അനുകൂല സംഘടന എന്ന വാദവുമായി BJP നേതാവ് V മുരളീധരൻ. ക്ഷേത്രത്തിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അടികിട്ടുമെന്ന് PC ജോർജ്. മർദ്ദനമേറ്റ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതി മന്ത്രി K രാജൻ സന്ദർശിച്ചു. 3 പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു. ബജ്രംഗ് ദൾ VHP പ്രവർത്തകരല്ല ജബൽപൂരിൽ മലയാളികൾ അടക്കമുള്ള വൈദികരെ ആക്രമിച്ചതെന്ന പുതിയ വാദമാണ് ഇന്ന് BJP നേതാവ് V മുരളീധരൻ ഉന്നയിച്ചത്. അക്രമികൾ കോൺഗ്രസ് അനുകൂല സംഘടനയിൽ നിന്നാണെന്നാണ് വാദം. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന, ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അതിന് BJPക്ക് എന്താ കാര്യം? ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് BJP നേതാവ് PC ജോർജ്. അവിടെ ക്ഷേത്രത്തിൽ എന്നെ ചെന്ന് മര്യാദ കാണിച്ചു വെച്ച് വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലുണ്ട്. ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും, മനസ്സിലായില്ലേ? അതിനകത്ത് അത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒന്നുമില്ല. ആ വിശ്വാസം തകർക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും, സഹിച്ചോണ്ടാൽ മതി. ആക്രമണത്തിന് വിധേയനായ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതിയിലെത്തി മന്ത്രി K രാജൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല. ആക്രമണം നടന്ന് 4 ദിവസം കഴിഞ്ഞാണ് FIR പോലും ഇടാൻ പോലീസ് തയ്യാറായത്. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും അടക്കം 3 പ്രതികളെ മാത്രമേ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. പ്രതികളെ തിരിച്ചറിയാൻ കഴിയും വിധം ആക്രമണ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടും നടപടിയെടുക്കാൻ യാതൊരു തിടുക്കവും പോലീസിനില്ല. 24 മുംബൈ.
ക്രൈസ്തവ സമുദായത്തോടുള്ള അവഗണന തുടർന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് കടന്നേക്കുമെന്ന മുന്നറിയിപ്പുമായി ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനം. ആരോ പറയുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ട് നൽകുന്ന വനമന്ത്രി കഴിവില്ലെങ്കിൽ രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെങ്കിൽ സമുദായം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുന്നറിയിപ്പ് നൽകി. മുനമ്പം നിവാസികൾക്ക് റവന്യൂ അവകാശം ഉറപ്പുവരുത്തുന്നതുവരെ മലയോര ജനത ഒപ്പമുണ്ടാകുമെന്നും പാംബ്ലാനി പറഞ്ഞു. ക്രൈസ്തവ സമുദായം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു താമരശ്ശേരി രൂപതയുടെ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും. വനപാലകർക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമ്മേളനമെന്ന് പറഞ്ഞ താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ കഴിവില്ലെങ്കിൽ വനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. കഴിവില്ലെങ്കിൽ വനമന്ത്രി രാജിവെക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം. ആരോ പറയുന്ന എഴുതി കൊടുക്കുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ടതാണ് ഈ അടുത്ത കാലത്ത് വന നിയമം പാസാക്കുവാൻ പരിശ്രമിച്ചതും അതിനെ നാം കടുത്ത യുദ്ധത്തിലൂടെ തോൽപ്പിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ടാണ് JB കോശി കമ്മീഷന് മുന്നിൽ പരാതി നൽകിയതെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനമെന്നും തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. വനമന്ത്രിക്കെതിരെയും വനം വകുപ്പിനെതിരെയും കടുത്ത വിമർശനം. നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിക്കുള്ളിൽ നിയന്ത്രിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിന്റേതാണ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേതാണ്. മുനമ്പം നിവാസികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും പാംബ്ലാനി പ്രഖ്യാപിച്ചു. ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന പത്രികയും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. 24 കോഴിക്കോട്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങി പ്രതിപക്ഷം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉടൻ കോടതിയെ സമീപിക്കും. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബില്ലിനെതിരെ സംയുക്ത പ്രതിഷേധവും പരിഗണനയിലുണ്ട്. ന്യൂനപക്ഷത്തെ വഞ്ചിച്ച് MPമാർ രാജിവെക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പാർലമെന്റിനകത്ത് കൂട്ടായി എതിർത്ത പ്രതിപക്ഷം നിയമ പോരാട്ടത്തിന് കൂടി ഒരുങ്ങുകയാണ്. ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നിയമോപദേശം തേടി. ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായതിനു ശേഷം കോടതിയെ സമീപിക്കാനാണ് ലീഗിന്റെ തീരുമാനം. ബിൽ പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെ കോൺഗ്രസും AIMIM സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കേരളത്തിലെ MPമാർ പിന്തുണയ്ക്കാത്തതിനെതിരെ വിമർശനവുമായി PC ജോർജ് രംഗത്തെത്തി. മുനമ്പം പ്രശ്നത്തിന്റെ പേരിൽ ശാശ്വത പരിഹാരത്തിന് വഖഫ് നിയമ ഭേദഗതിയിലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കേരളം മുഴുവൻ അംഗീകരിച്ചതാണ്. അതിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ക്രൈസ്തവ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചത് തന്നെ. സത്യത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗം ന്യായമായ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന സന്ദേശമാണ് LDF UDF MPമാർ ഇന്നലെ മിനിയാതുമായി പാർലമെന്റിലെ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നത്. വഖഫിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാണെന്ന് KC വേണുഗോപാൽ. ഈ ബില്ല് പാസ്സാക്കാൻ നമ്മൾ അനുവദിക്കുന്നതോടുകൂടി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം അതിൻ്റെ കടക്കൽ കത്തിവെക്കാനുള്ള അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് മുസ്ലിംസ് ആണെങ്കിൽ നാളെ ക്രൈസ്തവർ, പിന്നെ സിഖുകാർ, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യും എന്നുള്ളതാണ് സാഹചര്യം. ബില്ലിനെ പിന്തുണച്ചതിൽ NDA ഘടകകക്ഷികൾക്കുള്ളിൽ ഭിന്നത തുടരുന്നു. ബില്ലിനെ പിന്തുണച്ച ദേശീയ പ്രസിഡന്റ് ജയന്ത് ചൌധരിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച RLD ഉത്തർപ്രദേശ് ജനറൽ സെക്രട്ടറി ഷഹസേബ് റിസ്വി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. JDUവിലെ കൂട്ടരാജിക്ക് പിന്നാലെയാണ് RLDയിലും ഭിന്നത രൂപപ്പെട്ടത്. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി പാസ്സായതിന് പിന്നാലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തേക്ക്. ഈ മാസം 9-ന് മന്ത്രി മുനമ്പം സന്ദർശിക്കും. NDA എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് കിരൺ റിജിജു എത്തുന്നത്. കേന്ദ്രമന്ത്രിക്ക് വലിയ സ്വീകരണം നൽകാനാണ് മുനമ്പം ജനതയുടെ തീരുമാനം. വഖഫ് ബില്ലിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന കേന്ദ്രമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് സന്ദർശനം. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാമർശമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ചു. മലപ്പുറം ജില്ല പ്രത്യേക രാജ്യമെന്നും ഈഴവർക്ക് അവഗണന എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക്
ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മലപ്പുറത്ത് പ്രത്യേകതരം ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ട് പിന്നോക്കക്കാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനോ വായു ശ്വസിക്കാനോ പോലും കഴിയുന്നില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നിലമ്പൂർ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടനമായിരുന്നു വേദി. വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ KPCC അധ്യക്ഷൻ K സുധാകരനും രംഗത്തെത്തി. പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വലിയൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമന്റായി മാറിപ്പോയി എന്ന് ഞങ്ങൾക്കും ഫീൽ ഉണ്ട്. ബോധപൂർവം മതസൗഹൃദം തകർക്കാനുള്ള ശ്രമമെന്ന് AP അനിൽകുമാർ MLA. ഇത് RSSന്റെ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ നേതാക്കൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. BJPയെ പ്രീണിപ്പിക്കുക എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ അതിന്റെ പേരിൽ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി. SDPയും PDPയും പരാതി നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ നടനും സംവിധായകനുമായ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ്. 2022 പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ ആരാഞ്ഞാണ് നോട്ടീസ്. എമ്പുരാനുമായി നോട്ടീസിന് ബന്ധമില്ലെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2022 പുറത്തിറങ്ങിയ ഗോൾഡ്, കടുവ, ജനഗണമന എന്നീ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ തേടിയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിപ്പിന്റെ ഭാഗമായാണോ ഇതെന്നാണ് വകുപ്പ് അന്വേഷിക്കുന്നത്. താരതമ്യേന സഹനിർമ്മാതാവ് അടയ്ക്കേണ്ട നികുതി തുക അഭിനേതാവിനേക്കാൾ കുറവാണ്. 2022 ഇത് സംബന്ധിച്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായാണ് മാർച്ച് 29-ന് നോട്ടീസ് അയച്ചതെന്നും സ്വാഭാവിക നടപടിയാണെന്നുമാണ് ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നത്. പ്രതിഫലം സംബന്ധിച്ച് ഈ മാസം 29-നകം പൃഥ്വിരാജ് വിശദീകരണം നൽകണം. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പ്രതികാര നടപടിയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. 24 കൊച്ചി. ആരാകും CPM ജനറൽ സെക്രട്ടറി? പുതിയ ജനറൽ സെക്രട്ടറി ചർച്ചകളിലേക്ക് കടന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം അല്പസമയത്തിനകം ചേരും. MA ബേബിയുടെയും അശോക് ദാവളയുടെയും പേര് സജീവ പരിഗണനയിലുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് മധുരയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, കേരള ഘടകത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതാണല്ലോ ക്രൂഷ്യൽ. ഇപ്പോൾ ബംഗാൾ ഘടകം ബേബിയെ പിന്തുണയ്ക്കുന്നുണ്ട്, അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകത്തിന്റെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ നിലപാട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന സ്റ്റാൻഡൊക്കെ വളരെ ക്രൂഷ്യലാണല്ലോ. ഇന്നത്തെ PB യോഗത്തിന് ശേഷം ഒരു വ്യക്തത വരുമോ? വിജയകുമാർ, അല്പസമയത്തിനകം തന്നെ ഈ പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. ഈ യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് ഇന്ന് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിലെ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. ആ ചർച്ചകൾക്കുള്ള മറുപടി തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ വരുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എന്നിവ സംബന്ധിച്ചുള്ള അനൗപചാരികമായ ചർച്ചകൾ ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും. നിലവിൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ MA ബേബിയുടെ പേര് സജീവമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരള ഘടകത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഇതുവരെയും മനസ്സ് തുറക്കാത്തത്. അദ്ദേഹം മനസ്സ് തുറന്നാൽ ഉറപ്പായും MA ബേബി അടുത്ത ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ ഉറപ്പ് ഉണ്ടാകും. അതേസമയം ഈ ബംഗാൾ ഘടകം MA ബേബിയെ പൂർണ്ണമായി തന്നെ പിന്തുണയ്ക്കാൻ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനൗപചാരികമായ ഒരു ചർച്ചകൾ ബംഗാൾ ഘടകത്തിന് ഉള്ളിൽ നടന്നിരുന്നു. MA ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാനുള്ള ധാരണ ആയിരിക്കുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് സലീമിന്റെ പേര് ഉയർന്നു വരികയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ബംഗാളിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരണം, പാർട്ടിക്ക് വളർച്ചയ്ക്ക് അത് അനിവാര്യമാണ് എന്നുമുള്ള ഒരു നിലപാടാണ്. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ പ്രതിച്ഛായയുള്ള ഒരു മുഖം ആയിരിക്കണം വരുന്ന ജനറൽ സെക്രട്ടറിയുടേത് എന്ന ഒരൊറ്റ ഉപാധി മാത്രമാണ് ബംഗാൾ ഘടകത്തിന് ഉള്ളത്. ഒപ്പം തന്നെ അശോക് ദാവളയുടെ പേരും സജീവമായി തന്നെ ഈ ഘട്ടത്തിലും പരിഗണനയിലുണ്ട്. അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ പ്രതിച്ഛായയുള്ള ഒരു മുഖം, ഒപ്പം തന്നെ മികച്ച സംഘാടകൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമാകുന്നത്. കൂടാതെ
കേരളത്തിൽ നിന്ന് തന്നെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നത് ഇതൊരു കേരള പാർട്ടിയായി ചുരുങ്ങുന്നു എന്ന വിമർശനത്തിന് മറികടക്കാൻ കഴിയുമെന്നും അശോക് ധാവളയുടെ പേരിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് ഇന്നത്തെ ചർച്ചകളിലൂടെ ഉയർന്നു വരും. അതിനുശേഷം നാളെ രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലായിരിക്കും ഇതുമായുള്ള ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക. ഒപ്പം തന്നെ പോൾ ബ്യൂറോയിലെ പുതിയ അംഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഇതോടൊപ്പമാണ് ഈ പ്രായപരിധി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം. ആർക്കെങ്കിലും ഇളവ് നൽകേണ്ടതുണ്ടോ കൂടുതലായി മുഖ്യമന്ത്രിക്ക് അധികമായി എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇന്ന് നടന്ന ചർച്ചയിലും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയായിരിക്കും ഈ നാളെ നടക്കുന്ന യോഗത്തിന് മുന്നിൽ ഇന്ന് ചേരുന്ന പോൾ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുക. ഈ ഒരു മറുപടിയിലായിരിക്കും ഈ ഇളവ് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുക. ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലും ആ ഘട്ടത്തിലായിരിക്കും പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് എത്തുക. വിജയകുമാർ. MA ബേബിയോ അശോക് ധാവളയോ ഇക്കാര്യത്തിൽ ഇപ്പോൾ ചേരുന്ന PBയും നാളത്തെ CCയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അന്തിമ ധാരണയിലേക്ക് എത്തുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പാർട്ടിയുടെ താഴെത്തട്ടുമായി ബന്ധം പുലർത്താൻ തയ്യാറാകണമെന്ന് CPM പാർട്ടി കോൺഗ്രസിൽ ആവശ്യം. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി PK ബിജു ആണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. പാർട്ടിക്ക് ശക്തി കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു. രാജ്യത്താകെ പാർട്ടിയുടെ പിന്നോട്ടുപോക്ക് തിരിച്ചറിഞ്ഞുള്ള സ്വയം വിമർശനമാണ് സംഘടനാ റിപ്പോർട്ടിലും അതിന്മേലുള്ള പൊതുചർച്ചയിലുമുള്ളത്. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലം, കൊഴിഞ്ഞുപോക്കും ഗുരുതരമാണ്. പാർട്ടി കമ്മിറ്റികളില്ലാത്ത സംസ്ഥാനങ്ങളുണ്ടെന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി PK ബിജു പറഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിലുള്ളവർ പാർട്ടിയുടെ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുമായി ബന്ധം പുലർത്തുന്നില്ല. മുൻകാലങ്ങളിലെ പോലെ ഭൂപ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്നും PK ബിജു വിമർശിച്ചു. പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസ് ചർച്ചയിൽ പങ്കെടുത്തത്. സംഘടനാശേഷി കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. അവിടങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിന് ഫുൾ ടൈമർമാരെ നിയോഗിക്കണം. സാങ്കേതിക വിദ്യയുടെ വികാസം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തണം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ കൂടുതൽ സജീവമാകണമെന്നും പൊതുചർച്ചയിൽ റിയാസ് ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്ക് നാളെ PB അംഗം BV രാഘവലു മറുപടി പറയും. R ശ്രീജിത്ത്, 24 മധുര. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചിയിലെ തൊഴിൽ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിച്ചു. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ കൊടും ക്രൂരതയെന്ന് മുൻ ജീവനക്കാരൻ തന്നെ പറഞ്ഞു. സംഭവത്തിൽ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ക്രൂരപീഡനമേൽക്കുന്ന തൊഴിലാളികളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് പീഡനം നടന്നതെന്ന് മുൻ ജീവനക്കാരൻ. നനഞ്ഞ തുണിയൊക്കെ അതുകൊണ്ട് തല്ലലും പിന്നെ ഈ വൃത്തിയായിട്ട പണിഷ്മെന്റാണ്. ഈ പരസ്പരം പാൻ്റ് ആകാട്ട് അഴിക്കുക. പിന്നെ ഈ ചീന പഴ 2 ദിവസം പഴകിയ പഴമായിരുന്നു. അത് എടുത്തിട്ട് വന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റിന് എടുത്തിട്ട് വന്നിട്ട് താഴെ ഇട്ടിട്ട് ഈ എന്താണ് അതിൻ്റെ തുപ്പിയിട്ട് തരും. അത് താക്കാൻ പറയും. പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ നക്കുക, അവിടെ നിന്ന് തിരിച്ചിങ്ങാട്ട് വെക്കുക. വാർത്തയ്ക്ക് പിന്നാലെ സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഓഫീസിനുള്ളിലേക്ക് ഇടിച്ചു കയറി പ്രതിഷേധക്കാർ MDയുടെ കസേര വലിച്ചു പുറത്തിട്ടു. സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇയാളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുടെ ഉയർന്നു കേട്ടതായി ഒരു ഇൻഫർമേഷൻ അവിടെ നിന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. ജില്ലാ ലേബർ ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിന് സംഭവ സ്ഥലത്ത് പോകാനും പോയി കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് 2 ദിവസത്തിനകം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടി എടുക്കും. നിലവിൽ പ്രചരിക്കുന്ന സംഭവങ്ങൾ തങ്ങളുടെ ഓഫീസിൽ വെച്ചുണ്ടായതല്ലെന്ന് കമ്പനി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ ഞങ്ങൾ ഇവിടെ സെയിൽസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ ശമ്പളം കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കൂ. പെരുമ്പാവൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെയാണോ വീഡിയോയ്ക്ക് ആധാരമായ സംഭവങ്ങൾ നടന്നതെന്ന് പരിശോധിക്കുമെന്നും പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 24
കൊച്ചി. സംസ്ഥാനത്ത് വേനൽ മഴയിൽ 2 മരണം. കോഴിക്കോട് ചാത്തമംഗലത്ത് വീട്ടമ്മ മിന്നലേറ്റു മരിച്ചു. ഇടുക്കിയിൽ കനത്ത മഴയിൽ കല്ലും മണ്ണും ദേഹത്ത് വീണ് തമിഴ്നാട് സ്വദേശി അയ്യാവാണ് മരിച്ചത്. മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിന്നലേറ്റു. ഇന്ന് 6 ജില്ലകളിലും നാളെ 4 ജില്ലകളിലും യെല്ലോ അലേർട്ട്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യവെയാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ സുൽത്താനിയായിൽ താമസിക്കുന്ന അയ്യാവു മരിച്ചത്. കല്ലും മണ്ണും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ചാത്തമംഗലം താത്തൂർ എറക്കോട്ടുമ്മൽ ഫാത്തിമയാണ് മിന്നലേറ്റു മരിച്ചത്. വൈകിട്ടോടെയായിരുന്നു അപകടം. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ഇടിമിന്നലിൽ ഇടുക്കി നെടുങ്കണ്ടത്തും തിരുവനന്തപുരം വെള്ളറയിലും വീടുകൾ തകർന്നു. ഇടുക്കിയിൽ പ്രകാശ് ഗ്രാം പാറയിൽ ശശിധരന്റെ വീടും വെള്ളറട കിളിയൂരിൽ സത്യരാജിന്റെ വീടുമാണ് തകർന്നത്. പാലക്കാട് അമ്പലപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മുണ്ടക്കയത്ത് വരിക്കാനിയിലെ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. 8 പേർക്കാണ് മിന്നലേറ്റത്. കൊച്ചിയിലും പത്തനംതിട്ടയിലും വിവിധയിടങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിലും ATMിലും വെള്ളം കയറി. നല്ലൊരു മഴ പെയ്തു. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. വീണ വിജയനെതിരായ SFIO കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് CPI. പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ദേശീയ തലത്തിൽ പ്രതിരോധം തീർക്കാനാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെയും നീക്കം. വീണ വിജയനെതിരായ കേസ് ആയുധമാക്കി കേരള മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. LDF ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ദുർബലമാക്കാമെന്ന് വ്യാപകമുള്ള ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്തുണയുമായി CPIയും രംഗത്തെത്തിയതോടെ SFIO അന്വേഷണത്തിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് LDF ക്യാമ്പിൽ നിന്നുയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികൾ തുറന്നു കാട്ടാനുള്ള അവസരമായി വ്യാഖ്യാനിക്കാനാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കേരളത്തോടുള്ള കേന്ദ്ര നിലപാടാണ് ഈ കേസെന്ന് CPIM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി. It's not the question of daughter of chief minister. It's a question of punishing the people of Kerala, humiliating the people of Kerala, irrespective of their political affiliations. It's not our party, that party. The mandate is from the people of Kerala, which is not uncomfortable, which is uncomfortable for the ruling regime at Delhi. ലാവ്ലിൻ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് വീണയ്ക്കെതിരായ കേസെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വിഷയമുയർത്തിക്കാട്ടി BJPക്കെതിരെ പ്രചാരണത്തിനൊരുങ്ങുകയാണ് CPIM. മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ SFIO കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധനയിലേക്ക് കടന്നു കോടതി. വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് റിപ്പോർട്ടുള്ളത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയാൽ സമൻസ് നടപടികളിലേക്ക് കോടതി കടക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി, CMRL കമ്പനി ഉടമ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്കെതിരെയാണ് SFIO കഴിഞ്ഞ ദിവസം കുറ്റപത്രം നൽകിയത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ലഭിച്ച റിപ്പോർട്ട് ഇന്നലെ വൈകിട്ടാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്ക് കൈമാറിയത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണിത്. കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുന്നതോടെ നടപടികൾക്ക് തുടക്കമാകും. വീണ വിജയനടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കുകയാണ് ആദ്യ നടപടി. തുടർന്നാകും വിചാരണാഘട്ടത്തിലേക്ക് കടക്കുക. സമൻസിനെയും SFIO കുറ്റപത്രത്തെയും ചോദ്യം ചെയ്ത് വീണ വിജയനടക്കമുള്ളവർക്ക് കോടതിയെ സമീപിക്കാനും കഴിയും. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊച്ചിയിലെ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയത്. വിവിധ വകുപ്പുകളിലായി കമ്പനികൾ ഉൾപ്പെടെ 13 പേരാണ് പ്രതിസ്ഥാനത്ത്. ചെളിനീക്കവും അനുബന്ധ ഗതാഗത ചിലവുകളും എന്ന വ്യാജ കണക്കുണ്ടാക്കി 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉൾപ്പെടെ ശശിധരൻ കർത്ത പ്രതിസ്ഥാനത്തുണ്ട്. വീണയും കമ്പനിയായ എക്സാലോജിക്കും 2.7 കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം.
ആശാ വർക്കേഴ്സിന് പിടിവാശിയെന്ന പരാമർശത്തിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് താനല്ലെന്നും വേതന വർധന വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശനും ആർ ചന്ദ്രശേഖരന്റെ നിലപാടിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ആശാ വർക്കേഴ്സിന്റെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ തീരുമാനത്തെയാണ് INTUC പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പിന്തുണച്ചത്. മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം വരുന്നത് ഒരു നിർദ്ദേശം, ഇങ്ങനെ ഒരു സമിതി, അതും അംഗനവാടിയുടെ സമിതിയേക്കാൾ ഉന്നതമായൊരു സമിതി, സീനിയർ IAS ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ആർ ചന്ദ്രശേഖരനെ തള്ളി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി വെക്കണമെന്ന നിലപാട് കോൺഗ്രസിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാ സമരത്തിലെ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ UDF ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും. പാർട്ടി നിലപാടിനെതിരെ നിൽക്കുന്ന ആർ ചന്ദ്രശേഖരനെ താലോലിക്കാനാവില്ലെന്ന് കെ സുധാകരൻ. പാർട്ടിയുടെ നടപടിക്കെതിരെ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ? നമുക്ക് തലോടാൻ പറ്റുമോ? നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കും. കൂലി വർധനവിൽ തങ്ങൾക്ക് പിടിവാശിയുണ്ടെന്ന് ആശാ വർക്കേഴ്സ്. ഞങ്ങൾക്ക് പിടിവാശിയുണ്ട്. ആ പിടിവാശി എന്ന് പറയുന്നത് കൂലി വർധനവ് എന്ന പിടിവാശിയാണ്. അടിയന്തരമായൊരു വർധനവ്, കൂലി വർധനവ് ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് കമ്മിറ്റി കൂടി പഠിച്ച് IAS ഉദ്യോഗസ്ഥൻ സർവീസിലുള്ളതാണോ സർവീസിൽ നിന്ന് പുറത്തുള്ളതാണോ എന്നൊന്നും ഇവിടെ പരിശോധിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് അടിയന്തരമായി ഈ വേതന വർധനവ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏതൊക്കെ തൊഴിലാളി സംഘടനകൾ അതിനെ എതിർത്തു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകും. തുടർച്ചയായി ആശാ സമരത്തെ തള്ളുന്ന നിലപാടെടുത്തതോടെയാണ് ആർ ചന്ദ്രശേഖരനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ KPCC തീരുമാനിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വേതന വർധന വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശാ വർക്കേഴ്സിനൊപ്പമാണ് INTUC എന്നും കെ സുധാകരനെ ആർ ചന്ദ്രശേഖരൻ അറിയിച്ചു. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും ആശാ വർക്കേഴ്സിനായി ഒന്നും ചെയ്തില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ആശമാരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്തയച്ചിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും മന്ത്രി അറിയിച്ചു. ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 55ാം ദിവസവും നിരാഹാര സമരം 17ാം ദിവസത്തിലുമാണ്. 24 തിരുവനന്തപുരം. വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തി ഉദ്യോഗാർത്ഥികൾ. 4 ദിവസമായി നിരാഹാര സമരം തുടർന്നിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നാരോപിച്ചാണ് ശയന പ്രദക്ഷിണം. റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കുറവാണെന്നാണ് സമരക്കാരുടെ ആരോപണം. വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 964 പേരാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 11 മാസം പിന്നിട്ടിട്ടും നിയമനം വെറും 235 എണ്ണം മാത്രം. ഏപ്രിൽ 19 കാലാവധി അവസാനിക്കും. ഇതോടെയാണ് റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിയമന കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നിവയാണ് സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഇതോടെയാണ് പൊരിവെയിലിൽ ക്ഷയനപ്രദക്ഷിണ സമരത്തിനിറങ്ങിയത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായുള്ള നിയമനാനുപാതം 9.1 എന്നാക്കിയെന്നും സമരക്കാർ ആരോപിക്കുന്നു. കുറേ വർഷത്തെ കഷ്ടപ്പാടാണിത്. ഈ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത്രയും കാലം നിന്നത്. ഞങ്ങളിപ്പോൾ തെരുവിലാണ് കിടക്കുന്ന 4 ദിവസമായിട്ട്. ഇപ്പോഴും സർക്കാരിന്റെ ഒരു ചെറിയൊരു വിശ്വാസമുണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം ഒരുവിധം റാങ്ക് ലിസ്റ്റ് 90%-ലധികം WCPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് 232 ഫ്രഷ് വേക്കൻസി മാത്രമേ പോയിട്ടുള്ളൂ. പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്താമെന്ന് മുഖ്യമന്ത്രി മുൻപ് നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴും സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 570-ലധികം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുണ്ട്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ 1-ാം പ്രതി തസ്ലീമ സുൽത്താനയ്ക്ക് ലഹരിക്കു പുറമെ സിനിമാ താരങ്ങളുമായി സെക്സ് റാക്കറ്റ് ഇടപാടുകളും. പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി. 25,000 രൂപ നൽകണമെന്ന വാട്സപ്പ് ചാറ്റ് വിവരങ്ങളും എക്സൈസിന് ലഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി.
കേസിലെ ഒന്നാം പ്രതി 41-കാരി തസ്ലീമ സുൽത്താനയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിലെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി തസ്ലീമ പ്രവർത്തിച്ചു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി വില പറഞ്ഞതിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. കേസിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് കഞ്ചാവ് എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നത്. രാജ്യമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ വിതരണ ശൃംഖല ഹൈബ്രിഡ് കഞ്ചാവ് സംഘത്തിനുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായ തസ്ലീമയും ഫിറോസും നിലവിൽ റിമാൻഡിലാണ്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും വിവരങ്ങളും ശേഖരിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എക്സൈസിന്റെ നീക്കം. 24 ആലപ്പുഴ. മലപ്പുറം താനൂരിൽ ലഹരിയിൽ നിന്ന് മോചനം തേടി പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ്. ലഹരിക്ക് അടിമയെന്നും രക്ഷിക്കണമെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പിന്നീട് മാറ്റി. മനസ്സിലാക്കി തളരുകയാണ്. കിട്ടാതാകുമ്പോൾ വേറൊരു ഇതായിട്ട് വരും നമ്മുടെ മനസ്സിൽ. ഞാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പോഴാണ് നമ്മൾ താന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് താന്നൂർ. ലഹരി ഉപയോഗം തന്നെ നശിപ്പിച്ചെന്നും കുടുംബത്തിൽ നിന്ന് അകറ്റിയെന്നുമാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. തനിക്ക് ലഹരിയിൽ നിന്ന് മോചനം വേണമെന്നും അതിനായി സഹായിക്കണമെന്നും യുവാവ് താന്നൂർ ഡിവൈഎസ്പി പ്രമോദിനോട് അഭ്യർത്ഥിച്ചു. എനിക്ക് പറയാനുള്ള സമൂഹത്തിനോട് ഇത് തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിത് ഇങ്ങോട്ട് ഒഴിവായി കിട്ടാൻ ഒരുപാട് നമ്മൾ നിരയിക്കേണ്ടി വരും. താനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ലഹരിക്കെതിരെ താനൂർ പോലീസ് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്ന് താനൂർ ഡിവൈഎസ്പി അറിയിച്ചു. 24 തിരൂർ. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24ന്റെ പോരാട്ടം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് നാളെ തൃശ്ശൂരിൽ തുടക്കം. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടി യാത്ര ആരംഭിക്കും. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയിൽ പ്രായഭേദമന്യേ ആയിരങ്ങൾ അണിനിരക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് 2ാം ഘട്ട യാത്രയ്ക്ക് തുടക്കമാകും. പൂങ്കുന്നം ഗ്രാമത്തിലും ശ്രീ കേരളോർമ്മ കോളേജിലും യാത്രയെത്തും. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാകും. എരുമപ്പെട്ടിയിൽ നാടാകെ ഒന്നിച്ചുള്ള ലഹരി പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. 2ാം ഘട്ടത്തിലെ ആദ്യ ദിനം വടക്കാഞ്ചേരി ഏങ്കക്കാട് സമാപിക്കും. ചേലക്കര, കുത്താമ്പുള്ളി, ചെറുതുരുത്തി, തൃശൂർ നഗരം, അരിമ്പൂർ എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച യാത്രയെത്തും. 8, 9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം.
13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17-18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന യാത്രയുടെ സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. 24 തൃശൂർ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24. ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800-425-4295 ആണ് ടോൾ ഫ്രീ നമ്പർ. കൊട്ടാരം ഗ്രൂപ്പിന്റെ നോൾട്ട ഗ്ലോ ആൻഡ് ഗ്ലിറ്റർ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടന്നു. നോൾട്ടയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കളിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒരാൾക്ക് ടാറ്റ ടിയാഗോ കാറും 10 പേർക്ക് സ്വർണ്ണ നാണയങ്ങളുമാണ് സമ്മാനം. ബമ്പർ സമ്മാനമായ കാർ നേടിയത് ഇടുക്കി രാജകുമാരി സ്വദേശിനി സുജി സുനിലാണ്. TJ വിനോദ് MLA-യുടെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ്. വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി 8 പേർക്ക് വിയറ്റ്നാമിലേക്കുള്ള വിനോദയാത്രയ്ക്കുള്ള അവസരമൊരുക്കി ഭാഗ്യ മത്സരം നടക്കും. നോൾട്ട എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഒരിക്കലും കൊട്ടാരം ട്രേഡിംഗ് കമ്പനിയുടെ ഒരു ബ്രാൻഡാണെങ്കിലും അതിനെ വളർത്തിയതും അതിലെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതും ഞങ്ങളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീട്ട് അമ്മമാരും കസ്റ്റമേഴ്സുമാണ്. അവരുടെ ഒരു സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വീട്ടമ്മയ്ക്കാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നതല്ല, സമ്മാനം കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷമാണ് ഏറ്റവും വലുത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.